ചേട്ടാ കാശിന് അത്ര അത്യാവശ്യമാണ്. എത്രയും പെട്ടെന്ന് പൈസ നാട്ടിലേക്ക് അയക്കണം, ഇല്ലെങ്കിൽ അവിടെ ഓപ്പറേഷൻ നടക്കില്ല. എടാ നീ പേടിക്കണ്ട, നീ വേഗം പോയി പണിയും തീർക്കാൻ നോക്ക്. 2 മാസമായിട്ടെങ്കിൽ ഇപ്പൊ തരാന്ന് പണ്ട് ഇങ്ങനെ പറ്റിക്കുന്നു. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കടന്ന് ചോദിക്കുന്നത്. അവിടെ അച്ഛൻ്റെ ഓപ്പറേഷനാണ്, ഇന്ന് അതും പ്രതീക്ഷിച്ചിരിക്കുക. പറ്റിക്കല്ല ഏട്ടാ. ചോദിക്കാനുള്ളവരോടത്തൊക്കെ ചോദിച്ച് കുറച്ച് കാശ് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. എടാ തരാവടാ, നിന്റെ പൈസ ആയിട്ടാ ഞാൻ അങ്ങോട്ടും പോകത്തില്ല. നീ ആദ്യം പോയിട്ട് ആ ജോലി ഒന്ന് വൃത്തിയായിട്ട് ചെയ്യും. ഇനി ഇങ്ങനെ പറ്റിക്കല്ല ഏട്ടാ. എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. ശരി ശരി മനു, ഇവന്റെ കണക്കൊന്ന് നോക്കി. നീ നിൽക്കട്ടെ, നീ പൊക്കോ. നിനക്കുള്ള പണി ഞാൻ തരാം. അവന്റെ ശമ്പളം കൊടുത്തൂടെ? ഇനി ആ പാവത്തിനായിട്ട് ഇങ്ങനെ പറ്റിക്കണോ? എടാ ഇങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ ബിസിനസ് വളരുന്നത്. ആൾക്കാരെ പറ്റിച്ചിട്ടാ. എടാ നീ നിന്റെ പണി ചെയ്യാൻ നോക്ക് കേട്ടോ. അടുത്ത ലോഡ് പോകണല്ലോ. പ്രതീക്ഷേ, അയാൾ നിന്നെ പറ്റിക്കാനടാ. നിനക്കിതുവരെയായിട്ട് മനസ്സിലായില്ലേ അത്? കുറേക്ക് മനസ്സിലായി ഏട്ടാ. പക്ഷെ ഞാനിപ്പോൾ എന്താ ചെയ്യുക? എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല. ഇന്ന് രാത്രിയാണ് അച്ഛൻ്റെ ഓപ്പറേഷൻ. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു പോയി. ഓപ്പറേഷൻ മുമ്പ് എങ്ങനെയെങ്കിലും പൈസ അവിടെ എത്തിക്കണം എനിക്ക്. പ്രതീക്ഷ നീ ടെൻഷൻ ആവില്ലേ? ഞാൻ എൻ്റെ വഴിക്കും കൂടെ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. കുറച്ച് ഡ്യൂട്ടി തിരക്കുണ്ട്. ഞാൻ പിന്നെ കാണാം. ജോബേട്ടനോട് പോയി? ഞാൻ അവിടെ നോക്കിയിട്ട് കണ്ടില്ല. ആള് കുറച്ചു മുന്നേ ഇപ്പം വരാന്ന് പറഞ്ഞ് പുറത്തു പോയതാ. ഇയാളിപ്പോ സ്വിച്ച് ഓഫ് ആണല്ലോ കേട്ടോ. നീ ഇപ്പോഴും ആളെ നോക്കിയിരിക്കുകയാണോ? നീ എവിടെയെങ്കിലും പോയി പൈസ അറേഞ്ച് ചെയ്തിട്ട് നാട്ടിൽ അയക്കാൻ നോക്ക്. ഞാനിപ്പോ എന്താ ചെയ്യട്ടാ? പ്രതീക്ഷേ, എൻ്റെ കയ്യിൽ ഇപ്പം ഇതേ ഉള്ളൂ. ഇതുകൊണ്ട് നിനക്ക് എവിടെ എത്തില്ല എന്നറിയാം. എന്തായാലും ഇത്രേ ഉള്ളൂടാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓരോ രൂപയ്ക്ക് അത്ര വിലപ്പെട്ടാണ്. ഞാൻ പോട്ടെ ഏട്ടാ. പ്രതീക്ഷ വാടാ ഇരിക്കും. പ്രതീക്ഷ സുഖല്ലടാ? എത്ര ദിവസമായിട്ട് അങ്ങോട്ട് വന്നിട്ട്? ഞാൻ കരുതി വലിയ കമ്പനിയിലൊക്കെ ജോലി കിട്ടിയപ്പോൾ നമ്മളൊക്കെ മറന്നു തന്നു ഇല്ലേക്കാ. വലിയ കമ്പനി ഉണ്ടിട്ട് ഉറങ്ങിയിട്ടും കുറച്ചായിക്ക. സത്യം പറഞ്ഞാൽ ശമ്പളം കിട്ടിയിട്ട് 2 മാസമായി. ഞാൻ ഈ റൂമിലുള്ളപ്പോഴാണ് ശരിക്കൊന്ന് ശമ്പളം കിട്ടിയിരുന്നതും ഉറങ്ങിയതും ഭക്ഷണം കഴിച്ചതൊക്കെ. നീ എന്തൊക്കെയാ പറയണേ? നീ വല്ലതും കഴിച്ചോ? നിസാംക്ക, നിങ്ങളതിൽ കാശ് എന്തിരിക്കുന്നുണ്ടോ? എന്താ പറ്റി? ഇന്ന് രാത്രി അച്ഛൻ്റെ ഓപ്പറേഷനാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് പൈസ അവിടെ എത്തിക്കണം. അതിപ്പോൾ എവിടുന്ന എങ്ങനെയൊന്നും ഒന്നും എനിക്കറിയില്ല. എടാ നീ ഇങ്ങനെ തളർന്നിരുന്നിട്ട് കാര്യമില്ല. നീ എഴുന്നേക്ക്, നമുക്ക് സ്ഥലം വരെ പോകാണ്ട്. ചെല്ലടാ. വാലേക്കും സ്ലാം. നിസാം വരി വരി, അങ്ങോട്ട് വരി. എന്തൊക്കെ നിസാം, സുഖല്ലേ? എന്താണ് രണ്ടാളും കൂടെ? പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖം തന്നെ. പ്രത്യേകിച്ച് ഇതെന്തൊക്കെ കൈക്ക് പറ്റി? ഇത് ചെറിയൊരു ആക്സിഡൻറ്റ്, ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. പ്രശ്നമില്ല, ഒരാഴ്ച കൊണ്ട് ശരിയാവും. ഞാനൊരു അത്യാവശ്യക്കാരായിട്ട് വന്നു. ഞാൻ ഇന്ന് വരെ ഒക്കെ അടുത്തൊരു ആവശ്യം പറഞ്ഞിട്ട് വന്നിട്ടില്ല. ഇത് അത്രയും അർജൻറ്റ് ആയതുകൊണ്ടാണ്. നീ കാര്യം പറയും നിസാം. അതൊക്കെ ഈ സിറ്റുവേഷനിൽ ചോദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണം. ഇതെൻ്റെ കൂട്ടുകാരനാണ്. ഇന്ന് രാത്രി ഉണ്ട് അച്ഛൻ്റെ ഓപ്പറേഷനാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ? അവർ എനിക്ക് കടമായിട്ടാണോ അത്? അത് കുഴപ്പമില്ല. നിനക്ക് ഇപ്പം എത്ര ക്യാഷ് വേണ്ടി വരും? അതൊക്കെ ഒരു 1.5 ലക്ഷം ഉറുപ്പെങ്കിലും വേണ്ടി വരും. തൽക്കാലം എൻ്റെ അടുത്ത് 1 ലക്ഷം രൂപ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ തരാം.
വേറെ 1-2 ക്യാഷ് ഡീലുണ്ട്. പക്ഷെ അത് പ്രശ്നമില്ല. നിൻ്റെ സുഹൃത്തിൻ്റെ കാര്യം നടക്കട്ടെ. നിസാമേ, ഈ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. ആ സമയത്ത് അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് വെറും കടലാസാണ്. മോനെ അതാൻ, ഇതപ്പാ ഉപ്പാൻ്റെ ഡ്രോയിനകത്ത് ഒരു കവറുണ്ട്, എടുത്തോണ്ടോ. ആ, തൽക്കാലം നിങ്ങളുടെ കാര്യം നടക്കട്ടെ. ഓ അൽഹംദുലില്ലാ, വലിയ ഉപകാരക്കാ. നമ്മൾ ഇറങ്ങട്ടെ. ശരി ഇത് അയച്ചിട്ട് വേണം ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ശരി ശരി. ശരി, അസ്സലാമു അലൈക്കും. പെട്ടെന്ന് നാട്ടിലേക്ക് പൈസ അയക്കാൻ നോക്ക്. എനിക്ക് പോയിട്ട് അത്യാവശ്യം കുറച്ച് പണിയുണ്ട്. ഓക്കെ, ശരി. ആ ഏട്ടാ, എടാ അച്ഛനെപ്പോഴാണ് ഓപ്പറേഷൻ തിയേറ്റർ കയറ്റുന്നത്? 1 മണിക്കൂറിനുള്ളിൽ ഉണ്ടാവും. പൈസ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. എത്ര പെട്ടെന്ന് അയക്കാം. നീ അവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കണ്ട മോനെ. ആ ഏട്ടാ. അയ്യോ ഒരു പൈസ, ഒരു പൈസ, 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 അച്ഛൻ്റെ ഓപ്പറേഷൻ കാശാടാ, കാശാടാ.